ഇന്ന് ഇൻ്റർനാഷണൽ വിമൻസ് ഡേ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കുറേ ദിവസമായിട്ട് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. മറ്റൊന്നുമല്ല, നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും, യൂട്യൂബിലൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. കോട്ടയത്ത് ഒരു ചേച്ചിയും അവരുടെ 2 പെൺമക്കളും ട്രെയിനിൻ്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത കഥ. അതായത് നമ്മുടെ ചുറ്റിനും ഒത്തിരി സ്ത്രീകളുണ്ട്, ജീവിക്കാനല്ല സർവൈവ് ചെയ്യാൻ പാടുപെടുന്ന ഒത്തിരി സ്ത്രീകളും. ഈ ഷൈനി എന്ന് പറയുന്ന ചേച്ചിയും അതേപോലെ തന്നെയായിരുന്നു. അവർ ജീവിക്കാനല്ല, അവർ സർവൈവ് ചെയ്യാനാണ് നോക്കിയത്. പക്ഷേ അവർ ഒറ്റയ്ക്ക് അവരുടെ പെൺമക്കളെയും കൂട്ടി ജീവിക്കാൻ ഇറങ്ങുമ്പം പോലും ജീവിക്കാൻ അനുവദിക്കാതെ എല്ലാ മേഖലകളിലും അവരെ പോയി ശല്യം ചെയ്ത് എല്ലാ മേഖലയിലും അവർക്ക് മാക്സിമം പ്രശ്നങ്ങളുണ്ടാക്കി അവരെ ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരു ചുറ്റുപാടിനെയാണ് നമ്മൾ കണ്ടത്. അത് ഭർത്താവായിക്കോട്ടെ, ഭർത്താവിൻ്റെ ഫാമിലി ആയിക്കോട്ടെ, അങ്ങനെ അവർ കുറേ ജോലികൾ ചെയ്ത് നോക്കി. അതിൻ്റെ കൂടി ഇവർക്ക് പാലിയേറ്റീവിൽ ജോലി ഉണ്ടായിരുന്നു, ആ ജോലി കളയിപ്പിച്ചു. അതിൻ്റെ കൂടി ഇവർ ഹോസ്പിറ്റലുകളിൽ തോറും കയറി ഇറങ്ങി. 12 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് പലർക്കും ജോലി കൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു. അവസാനം കാരിത്താസിൽ ജോലിക്ക് ചെന്നപ്പോൾ ജോലിക്ക് എടുത്തു എന്ന് പറഞ്ഞ് ജോലിക്ക് ചെന്നപ്പം അവിടെയും ജോലിയില്ല. സർവൈവ് ചെയ്യുന്നതെന്ന് തടയുകയാണ് ചെയ്തത്. എന്നിട്ട് അവസാനം ഒരു ആത്മഹത്യയുടെ വക്കിൽ കൊണ്ട് എത്തിച്ചു. അപ്പം ചെയ്യേണ്ടിയിരുന്നത്, ഇവരൊരു ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി സഹിക്കവയ്യാതെ ടോക്സിറ്റി, ഇവരുടെ ഫിസിക്കൽ അബ്യൂസ് മാത്രമല്ല, ഇമോഷണൽ അബ്യൂസ്, ഫിനാൻഷ്യൽ അബ്യൂസും ഇതൊന്നും സഹിക്കവയ്യാതെ ഇവർ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവരെ ജീവിക്കാനെങ്കിലും അനുവദിക്കണമായിരുന്നു. 2 പെൺമക്കളെയും കൊണ്ട് ഇറങ്ങുമ്പോൾ ഇവരെ അറ്റ്ലീസ്റ്റ് സർവൈവ് ചെയ്യാനെങ്കിലും അനുവദിക്കണമായിരുന്നു. അതിനു പോലും അനുവദിക്കാതെ എല്ലായിടത്തും നടന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവസാനം കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ചുറ്റിനും ഇങ്ങനത്തെ ഒത്തിരി സ്ത്രീകളുണ്ട്, ജീവിക്കാനായിട്ട് നെട്ടോട്ട് ഓടുന്നവർ, സർവൈവ് ചെയ്യാനായിട്ട് നെട്ടോട്ട് ഓടുന്നവർ. ഒരു ബന്ധത്തിൽ നിന്ന് അവർ ഇറങ്ങി പോകുമ്പോൾ അത് അഹങ്കാരം കൊണ്ടോ ഒന്നുമല്ല ഇറങ്ങി പോകുന്നത്, അത്രത്തോളം സഹിക്കവയ്യാനായിട്ടായിരിക്കും ഇറങ്ങി പോകുന്നത്. അന്നേരം മാക്സിമം ഉപദ്രവിക്കുക എന്നുള്ളൊരു ലൈൻ മാറ്റി വെച്ചിട്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങൾ അവരെ ഒന്നും ചെയ്യരുത്. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നാൽ മതി, എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. അപ്പം അവിടെ പോയി വെറുതെ പകയും വൈരാഗ്യമൊക്കെ കാണിച്ച് വെറുതെ ആത്മഹത്യയിലേക്ക് ഒരാളെ നയിക്കുന്നതിനേക്കാളും നല്ലത് അവരെ ജീവിക്കാൻ വിടുന്നതാണ്. അവരത് പോയിട്ടുണ്ടെങ്കിൽ ടോക്സിറ്റി സഹിക്കാൻ പറ്റാത്തത് കൊണ്ടുമാണ് അവരിറങ്ങിപ്പോയത്. അപ്പോൾ ഇത്രേ ഉള്ളൂ കാര്യം. ഒരാളൊരു ലൈഫിൽ നിന്ന്, ഒരു ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അവരെ ജീവിക്കാൻ അനുവദിക്കുക. അത് ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ. നീ എൻ്റെ ഭാര്യയായിരുന്നു, അല്ലെങ്കിൽ നീ എൻ്റെ ഭർത്താവായിരുന്നു, അതുകൊണ്ട് നീ ഒറ്റയ്ക്ക് ജീവിക്കുന്ന എനിക്കൊന്ന് കാണണം, ഞാനില്ലാതെ ജീവിക്കുന്ന എനിക്കൊന്ന് കാണണം, നീ സുഖിച്ച് ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം. ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റി വെച്ചിട്ട് ഓക്കെ, നീ ജീവിച്ചോളൂ, നീ സർവൈവ് ചെയ്തോളൂ, അല്ലെങ്കിൽ നീ ജീവിച്ചോളൂ എന്നുള്ളൊരു ലൈൻ സ്വീകരിക്കണം. ഇതിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നിന്നാലും ഇതേപോലെ ഭാര്യനെ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ ഭർത്താവിനെ ദ്രോഹിക്കുന്ന എത്ര പേര് നമ്മുടെ ചുറ്റിനുണ്ടാവും. അത് ആരും ഒന്നും ചിന്തിക്കത്തില്ല. അവസാനം ഒരു അനിഷ്ടം സംഭവിച്ചു കഴിയുമ്പോൾ, ഒരു ആത്മഹത്യ സംഭവിച്ചു കഴിയുമ്പോഴോ, ഒരു കൊലപാതകം സംഭവിച്ചു കഴിയുമ്പോഴോ പിന്നെയും ഈ ടോപ്പിക്ക് പിന്നെയും ഡിസ്കഷന് വരും. എന്നിട്ട് പിന്നെയും നമ്മൾ ഇതൊരു പാഠമായിട്ട് എടുക്കാതെ പിന്നെയും പലരെയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നവർ പിന്നെയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആരെങ്കിലും ഒരു റിലേഷനിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അവർക്കതിനുള്ള അവകാശമുണ്ട്. അവരെ ഉപദ്രവിക്കാതിരിക്കുക, അവർ ജീവിക്കട്ടെ, അവർ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്തോട്ടെ. വെറുതെ ഒരാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നതിനേക്കാളും നല്ലത് അത് തന്നെയാണ്. ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം ഇഷ്ടംപോലെ പ്രതിഷേധങ്ങളൊക്കെ വരുന്നുണ്ട്, സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയും. അവരുടെ ആ മരണ സമയത്ത് പള്ളിമുറ്റത്തൊക്കെ പ്രതിഷേധമായിരുന്നു. അപ്പോൾ ഈ പ്രതിഷേധത്തിൻ്റെയൊക്കെ അർത്ഥം ഇനി ആർക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കുക എന്നുള്ളതാണ്, സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം ആരെയും ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ്. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. അത് ആരെ ആയിക്കോട്ടെ, സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക.